ഹായ് ഗൈസ്, ഇത് ഒരു പുതിയ വീഡിയോ ആണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഒരു ഇതന്നെ കാർഗോ കമ്പനി. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെ, ഒരു ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണ ഒരു പോസ്റ്റ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളത് എന്തിട്ടൊക്കെ ചെയ്യണത്. അപ്പോൾ ഞാൻ തുടങ്ങാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ കാർബോർഡ് പെട്ടിയൊക്കെ കുറച്ച് ഇതാക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഫ്രീ പിക്കിൽ നിന്ന് എടുത്താണ്. ഇതുമേയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. എഡിറ്റിങ് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയിരിക്കുക. ഈ ലെയർ സെലക്ട് ചെയ്യുക. ഇത് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തപ്പോൾ വരച്ചത് വിട്ടുപോയി. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഭാഗമൊന്ന് ക്ലിയർ ചെയ്യാണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പെട്ടി ഏകദേശം സെറ്റായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്കൈ ആണ്. സ്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മേലെ കിട്ടണം. ക്ലൗഡ് ടോപ്പ്. ക്ലൗഡ് ടോപ്പ് സെലക്ട് ചെയ്യാൻ നമുക്ക് ഇതിൽ കിട്ടുമോ നോക്കാം. ഇതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഓക്കെ, ഇതിൽ കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. നല്ലത് ഇവിടെ നോക്കിയപ്പോൾ അതിന് നല്ലത് കിട്ടണ്ടായിരുന്നല്ലോ. പറ്റുമോ നോക്കാം നമുക്ക്. ജസ്റ്റ് ചെറിയ സൈസാണ്, കുഴപ്പമില്ല, യൂസ് ചെയ്യാം. ഏറ്റവും ബാക്കിലേക്ക് ഇടാം. ഏകദേശം ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിതിൻ്റെ പാരലായിട്ട് സ്കൈ ഇത് കുറച്ചും കൂടി നല്ലതാണല്ലോ. ഒരിടത്ത് കുടിക്ക്. പാരലായിട്ടൊരു സ്കൈ ഇടാം. ഇങ്ങനത്തെ ഇമേജുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു ഫീല് കിട്ടും. ഇനി നമുക്കിതിനൊരു സ്കൈയുടെ ഒരു ഇത് വേണം. അപ്പോൾ അതിനായിട്ട് സ്കൈ ആഡ് ചെയ്യാം. നമ്മളിതുമാതിരി നോക്കി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാലാണ് നമ്മുടെ വർക്ക് മെച്ചപ്പെട്ട് വരുള്ളൂ. അല്ലാണ്ട് ഇതൊന്നും എവിടെയും പഠിച്ചിട്ട് നമുക്കൊന്നും ഇതിന് തിയറിക്കായിട്ട് ഗ്രാഫിക്സ് ഡിസൈനിങ്ങിലൊരു ഇതൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും പക്ഷെ നമ്മൾ എന്താ പ്രാക്ടീസ് ചെയ്യണതിനെ പോലെ ഇരിക്കും. നമ്മൾ റെഫറൻസ് നോക്കുക, വേറെ ആൾക്കാർ നല്ല വലിയ വലിയ ആൾക്കാർ ചെയ്തിട്ടുള്ള വർക്കുകൾ നോക്കുക, അതുമാതിരി ചെയ്യാൻ പറ്റാൻ നോക്കുക. നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ഒരു റേഞ്ച് തന്നെ മാറും. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഏകദേശം ഓക്കെ ഉണ്ട്. ഇനി കുറേ സംഭവങ്ങൾ വരുത്താനുണ്ട്. ഇനി ഇപ്പോൾ ഇതിൽ കട്ട് ചെയ്ത് വെച്ചൊരു ഫീലില്ലേ, ഇനി ഇത് നമുക്ക് മാറ്റണം അവിടുന്ന് ആ ഫീല്. അതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂ ലെയർ എടുത്തു. ഓക്കെ, ഏതെങ്കിലും സൈഡിൽ നിന്നൊരു ലൈറ്റിങ് പോലത്തെ ഒരു ഫീൽ വരുത്താം. പിന്നെ നമുക്ക് ഇതും വെച്ചിട്ട് ഫിൽറ്ററിൽ പോവാം. റെൻഡർ കൊടുത്തിട്ട് ലെൻസ് ഫ്ലെയർ നന്നായി കൂട്ടിയിടാം. ഇത്ര വേണ്ട, ഒന്നും കൂടി പോയിട്ട് നമുക്ക് ലെൻസ് ഫ്ലെയറിൽ പോവാം. കുറച്ച് കുറയ്ക്കുക. ഓക്കെ, ഇത്ര ഇട്ടു. ഇനി തന്നെ എടുത്തിട്ട് ഒരു കോപ്പി എടുത്ത് കഴിഞ്ഞിട്ട് ഞാനത് നന്നായി
സാധാരണ ഞാൻ ഡാർക്കാക്കാറ പതിവ്, ഇത്തവണ നേരെ തിരിച്ചിട്ടാ. ഓക്കെ, നമുക്ക് അടിയത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് നമുക്കത് ഈ കളർ തന്നെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ ഇതിനും ഒരു സംഭവം കൊടുക്കണം. ലെയർ സെലക്ട് ചെയ്യുക, ന്യൂ ലെയർ എടുക്കുക, റൈറ്റ് സെലക്ട് ചെയ്യുക,